പാപം എവിടെയാ ഉണ്ടായത്? ഞാൻ പറഞ്ഞതൊന്നുകൂടെ ശ്രദ്ധിക്കുക. പാപം എവിടെയാ ഉണ്ടായത്? ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് നാം അവനെ സ്നേഹിക്കാതിരിക്കുന്നതാണ് പാപത്തിന് തുടക്കം. ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ട് നാം അവന്റെ കൽപ്പന പോലെ ചെയ്യാതിരിക്കുന്നതാണ് പാപം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. അവൻ നിങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ കുറിവാക്യത്തിൽ നിന്ന് പോരുത്. കുറിവാക്യം എന്താ? അടിസ്ഥാനവാക്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ദൈവം സ്നേഹമായതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് മാത്രമേ പഠിച്ചുള്ളൂ. ദൈവം സ്നേഹിക്കുന്നു. He continuously loves us and therefore he sends, and he sent God, he sent the Holy Spirit upon us and he loves us. He is ready to give us his mercy. അവന്റെ ദയ നമുക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മളോട് ഇതമുള്ളവനാണ്. എന്നാലോ നാം തിരികെ അവൻ ആഗ്രഹിക്കുന്ന പ്രകാരം അവനെ സ്നേഹിക്കാതിരിക്കുമ്പോഴും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ കരുതുന്ന വണ്ണം അവനെ സ്നേഹിക്കുവാനായി ഉള്ളിൽ ബോധ്യം വരുത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മളോട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് 2-ാം സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. യാത്രയുടെ 2-ാം ഭാഗം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ വായിച്ചു 16-ാം അധ്യായത്തിന്റെ 8-ാം ഭാഗം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നെ വിശ്വസിക്കായി 3 കാര്യത്തെ പറ്റിയാണ് യാത്ര പോകും. മതി അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ യാത്ര പോകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മളോട് പറയുന്നത്, ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപത്തെ പറ്റിയും നീതിയെ പറ്റിയും ന്യായത്തെ. നമ്മൾ ആദ്യത്തെ പാപത്തെ പറ്റിയുള്ള ചിന്തയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ എത്ര പേർ യഥാർത്ഥത്തിൽ ഉള്ളിൽ, എന്നോട് പറയുന്നില്ല, ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക, എത്ര പേർക്ക് ഒരു സത്യകുംഭസാരം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്? സത്യകുംഭസാരം എന്ന് പറഞ്ഞാൽ, അച്ഛനിവിടെ ഈ വർഷത്തിലൊരിക്കൽ വന്നിരിക്കുമ്പോൾ 1, 2, 3 ചെയ്തിട്ടില്ല, 4, 5, 7 ചെയ്തിട്ടില്ല, 6, 3 ചെയ്തിട്ടുണ്ട്. 10-ാമത്തെ കൽപ്പനയിലെ കാര്യമാണ് അച്ഛൻ പറയുന്നത്. ഇനി എന്തെങ്കിലും പറയാൻ പിന്നെ അച്ഛന്റെ ജോലിയാണ് ഈ 1, 2, 3 ഏതാണ്, 5, 6 ഏതാണ്, 4, 3 ഏതാണെന്ന് നോക്കിയിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് അറിയാം. കുമ്പസാരത്തിന് വരുമ്പോൾ അത് മനസ്സിലാകാതെ ഒന്നും പാപം ചെയ്തിട്ടേക്ക്. അപ്പോസ്തലൻ റോമർ ലേഖനത്തിൽ പറയുന്നത്, നീ പാപം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ, നിന്നിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നീ മരണത്തിന് യോഗ്യനായി തീർന്നു. നിന്റെ പരിപാടി തീർന്നു. പിന്നെ അപ്പുറം മുമ്പോട്ട് പോകാനുള്ള നിനക്കുള്ള യോഗ്യതയെ ഇല്ല എന്നാണ് പറയുന്നത്. പാപത്തെ പറ്റിയുള്ള ബോധം നീ എന്താണ് നടത്തുന്നത് എന്നുള്ളതാണ് 2-ാമത്തെ നമ്മുടെ മുമ്പിലത്തെ ചിന്ത. എന്താണ് പാപം എന്ന് നമ്മളോട് പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-7 നമ്മൾ സാധാരണ കേൾക്കുന്നത്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കും. അപ്പൊ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ശ്രദ്ധ കഴിഞ്ഞോ? ശ്രദ്ധയുടെ സമയം കഴിഞ്ഞോ? ഇല്ല. ഇപ്പൊ ശ്രദ്ധയുടെ സമയം കഴിയുമ്പോൾ നമുക്കൊരു പാട്ട് പാടാം. കാരണം പാട്ട് പാടാൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യമാണ് പാട്ട് പാടും. മനസ്സിലായത്? അപ്പൊ അതുകൊണ്ട് 2-ാമത്തെ ഭാഗത്തിലേക്ക് വരണം. പാപത്തെ പറ്റി പറഞ്ഞപ്പോ പറയുകയാണ്, പാപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എവിടെയാണ്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിനിടയിൽ എവിടെയാണ് വിഘാതം സംഭവിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് ദൈവത്തോടുണ്ട്. ആ സംഭവിക്കുന്ന വിഘാതത്തിൽ നിന്ന് ഒരുപാട് മറ്റു കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അവിടെയാണ് പാപത്തെ പറ്റി തുടങ്ങുന്നത്. അതിന് ആദ്യം വേദപുസ്തകത്തിൽ പറഞ്ഞ 2 വാക്കുകളാണ്. ഒന്ന് പറയാമോ? വാക്കുകളൊന്നുകൂടെ 4-7 വായിച്ച്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. നന്മയും തിന്മയും എന്ന് പറയുന്ന 2 വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും. നന്മയും തിന്മയും എന്ന് പറയുന്ന വാക്ക് ആദ്യം തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ?
ഇതിന് മുമ്പ് തുടങ്ങുന്നത്, രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ തുടങ്ങുന്നത്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഏതെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ നന്മയും തിന്മയും എന്നുള്ള വാക്ക് കാണുന്നു. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ദൈവത്തിന് ഈ ലോകത്തിൽ തിന്മ ഉണ്ടാക്കാതിരുന്നായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ? സനൽ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടല്ലേ? ദൈവത്തിന് ഈ ലോകത്തിൽ തിന്മ വരുത്താതിരുന്നായിരുന്നെങ്കിൽ, ലോകത്തിൽ ദൈവം തിന്മ വരുത്താതിരുന്നായിരുന്നെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായിരുന്നു ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചിന്തിക്കില്ലേ? അപ്പൊ ലോകത്തിൽ തിന്മ കൊണ്ടുവന്ന ആരാണ്? സാത്താൻ. ആ സാത്താൻ എവിടെ നിന്നുണ്ടായി? എങ്ങനെ ഉണ്ടായി? സാത്താൻ ദൈവം ഉണ്ടാക്കിയത്. ഒരു ദിവസം ദൈവം സാത്താനെ ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പുറത്ത് നിന്ന് മനുഷ്യന്റെ വാരിയിലെടുത്ത്, അരി ഉണ്ടാക്കിയത് ഞാൻ വൈഫിന്റെ കാര്യമല്ലേ പറയുന്നത്, വാരിയിലെടുത്ത് ഉണ്ടാക്കിയത് സ്ത്രീയാണ് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് മറ്റൊരു വാരിയിലെടുത്ത് സാത്താനെ ഉണ്ടാക്കി. അങ്ങനെയാണോ? അപ്പൊ ഈ ആണുങ്ങൾക്ക് ഒരു വാരി ഇല്ലാതെ പോകും. ദൈവം അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയായിട്ട് പറയുന്നുണ്ടോ? അപ്പൊ ദൈവം ശ്രദ്ധിക്കണം, ഇത് നിങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ദൈവമാണ് ഈ ലോകത്തിലെ തിന്മകളെല്ലാം ഉണ്ടാക്കിയത് എന്ന് നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഏറ്റവും അടുത്ത കാലത്തിൽ, ഇപ്പൊ നമ്മുടെ സാധാരണ കാലങ്ങളിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങളോട് പറയാം. ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നവരോട്, ഈ ക്യാൻസർ ദൈവം ഉണ്ടാക്കാതിരുന്നല്ലെങ്കിൽ എന്ത് നല്ല. ദൈവമാണ് ക്യാൻസർ ഉണ്ടാക്കിയത്. ആണോ? പിന്നെ ആരാ ഉണ്ടാക്കിയത്? നമ്മള് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട് വെജിറ്റേറിയൻ ആയിട്ടാണ് നമ്മുടെ ദൈവം ഉണ്ടാക്കിയത്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് വെജിറ്റേറിയൻ ആയിട്ടാണ്, നോൺ വെജിറ്റേറിയൻ ആയിട്ടാണ്? ഇതെല്ലാം പ്രശ്നം ഇവിടത്തോട്ടെ തുടങ്ങുന്നു. മനുഷ്യൻ ഒറിജിനലി ദൈവം ഉണ്ടാക്കിയത് വെജിറ്റേറിയൻ ആയിട്ടാണ്, നോൺ വെജിറ്റേറിയൻ ആയിട്ടാണ്? വെജിറ്റേറിയൻ ആയിട്ട്. എങ്ങനെ അറിയാം? പല പ്രശ്നങ്ങൾ മാത്രം കഴിയും. പിന്നെ എപ്പോ തൊട്ടായി നോൺ വെജിറ്റേറിയൻ ആയത്? അത് വേറൊരു ഭാഗമാണ്. പഠിക്കണമെന്ന് ഒത്തിരി സമയമുണ്ട്. എപ്പോ തൊട്ടാണ്, എന്തിനു വേണ്ടിയാണ് ദൈവത്തെ മനുഷ്യനെ നോൺ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനിൽ ഷിഫ്റ്റ് ചെയ്തതെന്നുള്ളത് മറ്റൊരു സമയത്ത് ഞാൻ വരുമ്പോൾ നിങ്ങൾ അതൊരു ഒരൊറ്റ മണിക്കൂർ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്ത് നിന്നിട്ടെ. അപ്പൊ എങ്ങനെയാ തിന്മ ഉണ്ടായത്? സാധാരണ ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഒരു മാലാഖ സാത്താനായി മാറുന്നത്. എന്നാൽ നമ്മൾ തിരിച്ചു വരുന്നത് അതിനു മുമ്പ് ഈ ഏതെന്ന പർദീസയിൽ നാം കാണുന്ന നന്മ തിന്മകളെ പറ്റിയുള്ള ദൈവത്തിന്റെ കുറിച്ച്. ദൈവം അവിടെ തിന്മയെ നൽകിയായിരിക്കും. അറിയോ? ഇല്ല. പിന്നെ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഓർത്തുകൊണ്ട്, തിന്മയും നന്മയും ഉണ്ടാകുന്നത് നമ്മളുടെ ചോയ്സ് ഓഫ് ആക്ഷൻ. ചോയ്സ് ഓഫ് ആക്ഷൻ brings whether it is good or bad. Reason for it. ഏതെന്ന പ്രതീക്ഷയിൽ ഒരു വൃക്ഷത്തെ പറ്റി മാത്രമാണോ കർത്താവ് പറഞ്ഞത് ഉണ്ടാക്കിയത്? നന്മ തിന്മകളെ പറ്റി അറിയുന്ന ഒരു വൃക്ഷമുണ്ട്. പിന്നെ രണ്ടാമത്തതോ ജീവന്റെ വൃക്ഷവും അവിടെയുണ്ട്. എന്തുണ്ട്? ഉണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ അവിടെ? എവിടെയെങ്കിലും വായിച്ചേ? നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ, ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. രണ്ട് വൃക്ഷങ്ങളെ പറ്റിയാ കർത്താവ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് പറയുന്നത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ഏതെന്ന പർദീസയിലുള്ള എല്ലാ വൃക്ഷങ്ങളെ പറ്റിയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തുകയാണ്. ദൈവം പറയാണ് ഇവിടെ എല്ലാ ഫലവൃക്ഷങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ സ്പെസിഫിക് ആയിട്ട് രണ്ട് വൃക്ഷങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് ജീവന്റെ വൃക്ഷവും, പിന്നെ ഒന്ന് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷവും. പിന്നെ എന്താ പറയുന്നത്? ഓക്കെ, അത് ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് പറയുന്നത് ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വീണ്ടും നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ വെറുതെ പറയുന്നത്. എനിക്ക് 5 പേര് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ പറയുന്നത് കാതലായതുകൊണ്ട് അത് നിങ്ങൾ ഒരിക്കലും മറക്കാതെ നിങ്ങൾ അടുത്ത സുവിശേഷകരാകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ?
നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷവുമുണ്ട്, ജീവന്റെ വൃക്ഷവുമുണ്ട് എന്ന് തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് പറയുന്നത് ഈ വൃക്ഷം നന്മ തിന്മകളെ പറ്റി തിരിച്ചറിയുവാനുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ അത് തിന്നുന്ന നാളിൽ മരിച്ചു പോകും. അപ്പൊ ഒന്ന് തിന്നാൽ എന്ത് പറ്റും? ജീവിക്കും. പക്ഷെ ഇത് തിന്നാൽ നിങ്ങൾ ജീവിക്കും, അത് തിന്നാൽ മരിച്ചു പോകുമെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ദിസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ലൈഫ്, ദിസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ഗുഡ് ആൻഡ് ബാഡ്. പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഡൈ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒന്നിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ഡിസേണിംഗ് പവർ. നമ്മളെ ലോകത്തിലേക്ക് ദൈവം വിട്ടിരിക്കുകയാണ്. ഓരോ തിന്മകളും ഉടലെടുക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ ഒരു വാക്കുകൊണ്ടായിരിക്കും. ഒരൊറ്റ വാക്കുകൊണ്ടായിരിക്കും നമ്മുടെ തിന്മകൾ ഈ ലോകത്തിലേക്ക് ഉടലെടുക്കുന്നത്. നമ്മുടെ ഒരു നോട്ടം കൊണ്ടായിരിക്കും ഒരു പക്ഷേ തിന്മകൾ ഉടലെടുക്കുന്നത്. നമ്മളുടെ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കും തിന്മകൾ. അവിടെ നന്മ ചെയ്യുവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതായ ആ വലിയ ചിന്ത മാത്രമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതുണ്ട് എങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചോയ്സ്, whether my choice is going along with the love of God, ദൈവസ്നേഹവുമായി പരിണമിക്കുന്ന, ദൈവസ്നേഹവുമായി ഒത്തുപോകുന്ന ചിന്തകളാണോ തീരുമാനങ്ങളാണോ ഞാൻ എടുക്കുന്നത് എന്നുള്ള ബോധ്യമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായോ? ഞാനൊരു കാർ വാങ്ങണമെന്ന് പറഞ്ഞാൽ, ഞാനൊരു വീട് വാങ്ങണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ, അതിന്റെ ആന്തരികമായി നിങ്ങൾ ചിന്തിക്കേണ്ട ചോദ്യം, ഇത് മുഖാന്തരം ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ള ഒരു ചോയ്സ് ആണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനവും പാപത്തിന്റെ തുടക്കവും. വലിയ കാര്യം പറഞ്ഞത്, കൊച്ചു കാര്യമാണ് പറഞ്ഞത്, പക്ഷെ പറഞ്ഞപ്പോൾ വലുതായിട്ട് പറഞ്ഞത് മാത്രമേ. അപ്പൊ എവിടെയാ പാപം തുടങ്ങുന്നത്? എന്നിട്ടോ പാപം എവിടെ കിടക്കുന്നു? തിന്മയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം വാക്യം എന്താ പറഞ്ഞത്? എന്താ പാപം? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. ഇറ്റ് വിൽ നോട്ട് ഗോ അവേ ഫ്രം യു. ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എത്ര പ്രാർത്ഥനയോടുകൂടിയിരിക്കുമ്പോഴും the world is blended with both. ഈ ലോകം എന്ന് പറയുന്നത് രണ്ടിന്റെയും ഒരു സ്ഥലത്താണ് നാം കിടക്കുന്നത്. ഏതെന്ന പർദീസയിൽ ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ പറ്റി തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷവുമുണ്ട്. ചോയ്സ് ഇസ് യുവേഴ്സ്. ചോയ്സ് ഇസ് നോട്ട് മൈൻ. പുരോഹിതൻ പറഞ്ഞതുകൊണ്ടല്ല, പുരോഹിതൻ കാണിച്ചു തരുന്നുണ്ട്. ഇതേ കർത്താവിന്റെ തിരുശരീരങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു, ഇത് ജീവന്റെ വൃക്ഷമാണ്. അവൻ പാടി എപ്പോഴാ പാടുന്നത്? നിനക്ക് പ്രായമാകുമ്പോഴല്ല, ഈ കുഞ്ഞ് 3 മാസം പ്രായമാകുമ്പോൾ അവന് ചെയ്ത് പരിശുദ്ധാത്മാമുഖാന്തരം പാടി ഇറങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. എന്ത്? രുചി നോക്കാത്ത ഫലം വെച്ച് ആദമിന് ചോയ്സ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. എന്നാൽ ആ തെറ്റിപ്പോയ ചോയ്സ് തെറ്റാതിരിക്കാൻ തക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അച്ഛൻ നിങ്ങൾക്കും എനിക്ക് നൽകുന്നത്. എന്ന് എത്രാമത്തെ വയസ്സിൽ? 3 മാസം പ്രായമാണ്. സഭ അവളെ പറഞ്ഞു തുടങ്ങുകയാണ്, ഈ തെറ്റരുത് നിനക്ക്, മോനെ നിനക്ക് തെറ്റരുത്. നിന്റെ നിനക്ക് ഞാൻ തരുന്ന ആദ്യത്തെ രക്തശരീര കർത്താവിന്റെ ശരീരരക്തം എന്ന് പറഞ്ഞാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നടുവിൽ നിർത്തിയ ജീവന്റെ വൃക്ഷത്തിൽ നിന്നാണ് നിനക്ക് ഞാൻ നൽകുന്നത് എന്ന് പറയുകയാണ്. അവിടെ നിന്ന് നാം തെറ്റുമ്പോൾ പാപത്തിലേക്ക് പതിക്കുകയാണ്. പിന്നെ എല്ലായിടത്തും അതിന്റെ പാപം വാതിൽക്കൽ കിടക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ചുണ്ടെങ്കിൽ കയറി പോകുന്നു. ഇവിടെ കട്ടിലായി കിടക്കുന്നത് അത് അല്ല, എന്റെ കൂടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പാപം വാതിൽക്കൽ കിടക്കുന്നു. ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്. പാപത്തിന്റെ രീതി എന്ന് പറയുന്നത് ഓരോ ചിന്തയും. ഞാനിവിടെ നിന്ന് സുവിശേഷിക്കുകയാണ്, കർത്താവിന്റെ തിരുവചനമാണ് ഇവിടെ സുവിശേഷിക്കുന്നത്. എന്നാൽ ശ്രദ്ധയോടുകൂടെ ഞാൻ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ
നിങ്ങളെ ഞാൻ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിക്കുന്നതിന് പകരമായി ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കുകയും എന്റെ കണ്ണുകളെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്താൽ, ഒരുപക്ഷേ വാതിൽക്കൽ കിടക്കുന്ന പാപം എന്നിലേക്ക് വരാൻ ഇടയുണ്ടോ? അതുകൊണ്ട് ഇത് മാറി നിൽക്കുന്ന സമയമുണ്ട് എന്ന് ചിന്തിക്കരുത്. പാപത്തിന്റെ ഒരു ലോകത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത് എങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ചോയ്സസ്, ഇറ്റ് ക്യാൻ ഗോ ടുവേർഡ്സ് സിൻ. അപ്പൊ ഇനി പാപം ചെയ്യാത്തവർക്ക് കൈവയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇതിൽ എത്ര പാപം നിങ്ങൾ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു? പള്ളിയിൽ അച്ഛനോടെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, 1-2 വാക്യങ്ങളുടെ വളരെ ശ്രദ്ധയിൽ നിങ്ങളെ ഓർപ്പിക്കുന്നത് നന്നായിരിക്കും. 1 യോഹന്നാൻ 1:9 എന്ന് പറയും. 1 യോഹന്നാൻ 1:9. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത്, ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. ആ ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് പാപബോധം വരും. പാപബോധം വന്നാൽ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 1:9 പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ വായിച്ചത് തന്നെ ആ വാക്യം തന്നെ. 1 യോഹന്നാൻ 1:9. നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം. സത്യം നിങ്ങളിൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമായി. സത്യം എന്നാൽ എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യത്തെ പീലാത്തോസ് കർത്താവിനോട് ചോദിച്ചു, വാട്ട് ഈസ് ട്രൂത്ത്? കർത്താവ് എന്താ പറഞ്ഞു? എന്തൊക്കെയാ പറഞ്ഞു? യേശുദമ്പുരാൻ പറഞ്ഞായിരുന്നു, ഞാൻ തന്നെ വഴി സത്യം ജീവനാണെന്ന് പൗലോസ് പീലാത്തോസിനെ ഉപയോഗിച്ച് പറഞ്ഞു. പിന്നെ വേദപുസ്തകം ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പീലാത്തോസ് എന്തായാലും പറഞ്ഞായിരുന്നു അവിടെ. ചോദ്യം ചോദിച്ചത് എന്താണ്? സത്യം എന്നാൽ എന്ത്? യേശുദമ്പുരാൻ ഉത്തരം പറഞ്ഞു, അവൻ തലകുലിച്ച് എന്നതിന്റെ അർത്ഥം എന്നാ? എടാ മണ്ടൻ പീലാത്തോസ്, എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ തന്നെയാണ് സത്യം. നിനക്കത് മനസ്സിലായില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ അപ്പൻ പണ്ട് മോശയോട് പറഞ്ഞായിരുന്നു, 3-ാം അധ്യായം പുറപ്പാട് പുസ്തകം. ഞാൻ അങ്ങ് ചെന്ന് ഫറവോനോട് ചോദിക്കും, ഫറവോൻ ചോദിക്കും, നിന്നെ ആര് വിട്ടതാണ്? പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെ സത്യം, ഞാൻ നിൽക്കുന്നു. സത്യം നിങ്ങളിൽ ഇല്ലാതെയാകുമ്പോൾ, അപ്പൊ കുമ്പസാരം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ പടി എവിടെയാണ്? കുമ്പസാരം തുടങ്ങുന്നതിന്റെ 1-ാം പടി ദൈവം നിങ്ങളിൽ ഇല്ലാതെയാകുമ്പോൾ. When God is absent in you എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ആ വലിയ പ്രവർത്തനം, ദൈവിക ശക്തി, കിരണം, ദൈവാത്മാവിന്റെ ശോഷം നിങ്ങളിൽ ഇല്ലാതെയാകുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ എന്തിലേക്ക് യാത്ര ചെയ്യണം? 1 യോഹന്നാൻ വായിച്ചത്. സത്യം നിങ്ങളിൽ പോകുമ്പോൾ സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പാപബോധം ഉണ്ടായി. എന്തുണ്ടായി? പാപബോധം ഉണ്ടായി. കാരണം എന്താ? പാപബോധം ഉണ്ടാകാൻ കാരണം എന്നാ? പരിശുദ്ധാത്മാവ് വന്നു, സത്യം നിങ്ങളിൽ ഇല്ലാതെയാകുന്നു എന്നുള്ള ബോധ്യം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു. സത്യത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതായ ആ വലിയ ഉത്തരവാദിത്വം നമ്മളിലേക്ക് കടക്കുമ്പോൾ പാപബോധം ഉണ്ടായി. അങ്ങനെയെങ്കിൽ പാപം എവിടെ തൊട്ട് തുടങ്ങുകയാണ്? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും വ്യതിചലിക്കുന്നത്. എത്രയോ പാപത്തെ പറ്റി നമ്മൾ പറയാതിരുന്നിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലം, അതിനു മുമ്പത്തെ കാലം ഒക്കെ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ വന്നപ്പോൾ കുടുംബജീവിതത്തിൽ പെട്ടെന്ന് പാപത്തെ പറ്റി ഒരു ദൃഷ്ടിയിൽ കൂടെ മാത്രം കാണുന്നത്, ദൈവമേ ഞാൻ ഇത് മാത്രമാണ് പാപം ചെയ്തത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഏതൊക്കെയാണോ ദൈവസ്നേഹത്തിൽ നമ്മളെ മാറ്റുന്നത്, എന്താണോ ആദവും ഹവ്വയും തമ്മിൽ ദൈവബന്ധത്തിൽ നിന്ന് മാറ്റിയത്, എന്തൊക്കെയാണോ വിച്ഛേദിക്കപ്പെട്ടത്, അവിടെയാണ് നമ്മുടെ പാപത്തിന്റെ പട്ടിക നമ്മൾ നിരത്തുന്നത്.
അവിടെ അത്യാഗ്രഹം ഉണ്ടാകാം, അസൂയ ഉണ്ടാകാം, ജാരശങ്ക ഉണ്ടാകാം, തന്നെത്താൻ സ്നേഹിക്കുന്നില്ലായിരിക്കാം, ദുർനടപ്പുണ്ടാകാം, വ്യഭിചാരം ഉണ്ടാകാം, കൊലപാതകം ഉണ്ടാകാം. നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല, പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അവയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിച്ച് നമ്മൾ പാപത്തെ പറ്റി പശ്ചാത്തപിക്കണം. ഇനിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ പശ്ചാത്തപിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പശ്ചാത്താപം ഉണ്ടായി പശ്ചാത്തപിച്ചിട്ട് എന്ത് ചെയ്യണം? പശ്ചാത്തപിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ടോ? ഉണ്ടോ? എന്താ ചെയ്യേണ്ടത്? പശ്ചാത്താപം നിങ്ങൾ എല്ലാവർക്കും പാപത്തെ പറ്റിയുള്ള പശ്ചാത്താപം ഉണ്ടായി. ഏറ്റുപറയണം. ഏറ്റുപറയുന്നത് എവിടെ പറയണം? യാക്കോബിന്റെ ലേഖനം 5:16 വായിക്കോ. യാക്കോബിന്റെ ലേഖനം 5:. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അപ്പൊ നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയണം? ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം. അതോടുകൂടെ കുടുംബജീവിതം അവിടെ കഴിയും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ആരോടാ പറയേണ്ടത്? മക്കൾ ഭർത്താവ് അപ്പച്ചനോട് അമ്മയോട് പറയണം, അപ്പച്ചനെ വെച്ച് മക്കളോട് പറയണം. അതും പറ്റില്ല. അയൽവക്കക്കാരോട് പറയാം, അതും പറ്റില്ല. ആദ്യകാലത്ത് കുമ്പസാരം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓപ്പൺ കുമ്പസാരമായിരുന്നു സഭയിൽ, നമ്മുടെ സഭയിൽ തന്നെ. പിന്നെ എന്നാ നിർത്തിയതെന്നറിയാം? എന്തിനാ നിർത്തിയതെന്നറിയാം? അപ്പൊ പള്ളിയിൽ ഒരുത്തൻ എഴുന്നേറ്റ്, ജോർജ് എഴുന്നേറ്റ് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? അവിടുത്തെ തിരുമുമ്പാകെ ഞാൻ എന്റെ പാപങ്ങളേക്ക് പറയുന്നു. ഇന്നലെ രാത്രിയിൽ ഞാനൊരു കോഴിയെ മോഷ്ടിച്ചു. അത് മത്തായിയുടെ വീട്ടിലെ കോഴിയെ മോഷ്ടിച്ച് എന്നോട് ക്ഷമിക്കണം. മത്തായി നോക്കിയിരിക്കുകയായിരുന്നു. പള്ളി കഴിഞ്ഞിറങ്ങി അടി തുടങ്ങി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇനി അത് അങ്ങനെ ഓപ്പൺ കുമ്പസാരം വേണം. പിന്നെ ഇനി ആരെടുത്ത് കുമ്പസാരിക്കണം? അത് വായിച്ചാൽ ബാക്കി ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന ഫലിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ ഈ നീതിമാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരോ? നീതിയുള്ളവൻ വിളിച്ചു വേർതിരിക്കും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതിനു മുമ്പ് നോഹ എന്നൊക്കെ പറയുന്ന ആളുകളും ഞാനിപ്പോ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അവരുടെ കാഴ്ച അനുഗ്രഹിക്കപ്പെട്ടത്? ഹാബേല് വേർതിരിക്കപ്പെട്ടു, നോഹ വേർതിരിക്കപ്പെട്ടു, അബ്രഹാം വേർതിരിക്കപ്പെട്ടു. കാരണം അവരൊക്കെ നീതിയിലായിരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ നീതിയുള്ളവരായിരുന്നു. അപ്പോൾ ഈ ദൈവബന്ധത്തിൽ നീതിയുള്ളവരായിരിക്കുന്നവനാണ് ഈ പാപം കേൾക്കുന്നത്. അത് ആരായിരിക്കണം? യേശു തമ്പുരാന്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ നടന്നു. അതിൽ അവൻ എല്ലാവരെയും ശിഷ്യന്മാരാക്കി. എന്നാൽ ആ ശിഷ്യന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 12 പേരെ നിയോഗിക്കുകയും ചെയ്തു. ശരിയാണോ ഞാൻ പറയുന്നത്? എന്നിട്ട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന് 23-ാമത്തെ ഭാഗം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-23. ാണ് വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം തന്നെ അല്ലേ? അതായത് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വാക്യം. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിടിച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കിയെടുത്ത് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവനെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറച്ചാരിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ നിൽക്കട്ടെ. ആരാരോട് പറഞ്ഞു? ഈ ഒറ്റവാക്കുള്ള ചോദ്യം കൊണ്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നല്ലോ. ആരാരോട് പറഞ്ഞു? ആണോ? ഈ മർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന മെത്രാപ്പോലീത്ത നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത ആയിരുന്ന ക്രിസോസ്റ്റം തിരുമേനി പണ്ട് ഈ തമാശകളുടെ തിരുമേനിയാണല്ലോ അദ്ദേഹം പറഞ്ഞ്. ഈ സൺഡേ സ്കൂളിൽ ഇങ്ങനെ ഒറ്റവാക്കിൽ ചോദ്യം ചോദിക്കുന്നതൊക്കെ എപ്പോഴും കുഴപ്പമുണ്ടായിട്ടുണ്ട്. സൺഡേ സ്കൂളിലേക്ക് ചോദിച്ചു, യേശു ഡാഷ് വാർത്തു. കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ചോയ്സ് ഉണ്ട്. ബ്രാക്കറ്റിൽ കണ്ണുനീർ, കിഡ്നി, കിണ്ണ. കുട്ടികൾക്ക് എഴുതുന്നത് ഒരുത്തർ എഴുതി വെച്ചു യേശു കിണ്ടി വാർത്തു. കാരണം അറിയത്തില്ലേ പിള്ളേർക്ക്. അതുപോലെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആരോട് എപ്പോൾ പറഞ്ഞു? ചോദിച്ച വാക്ക് ഏതാ? മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ?
ആ സമയം ശിഷ്യർ യേശുവിന്റെ അടുക്കൽ ചെന്ന് സ്വർഗരാജ്യത്തിൽ വലിയവനാരാകുന്നു എന്ന് ചോദിച്ചു തുടങ്ങുകയാണ്. ശിഷ്യന്മാരുടെ യേശു തമ്പുരാൻ പറയുന്ന ഉദ്ബോധനമാണ്. ശ്രദ്ധിച്ചുകൊള്ളു. നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ്? ഞാനൊന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു സാർ. ഇനി ഒരു അധികം താമസിക്കുന്നില്ല, സമയം തീരാറായി. സമയം എത്രയായി? 11:35. ഇനിയിപ്പോ അടുത്ത 10-15 മിനിറ്റ് കൂടി ഞാൻ പെട്ടെന്ന് സംസാരിക്കും. മൂന്നാമത്തെ ഭാഗം ഇപ്പൊ കടന്നു. ഒന്നാമത്തെ ഭാഗം ദൈവം നമ്മെ സ്നേഹിക്കും. നാം ദൈവത്തെ പലപ്പോഴും സ്നേഹിക്കുമ്പോൾ പാപം വരുമ്പോൾ പശ്ചാത്താപമാണ്. പശ്ചാത്താപത്തെ പറ്റിയാണ് പറയുന്നത്. പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചു വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം പറഞ്ഞു. എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് എവിടെ ചെന്ന് പറയണമെന്നുള്ളതിനെ പറ്റി യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് 15-ാമത്തെ വാക്യം മുതൽ പറയുന്നത്, നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവനോടൊപ്പം മാത്രം പോയി സംസാരിക്കണം. യു മസ്റ്റ് ടോക്ക് ഈച്ച് അതർ. നമുക്ക് നമ്മളോട് ആരെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? പിന്നെ അവരോട് സംസാരിക്കും. എനിക്ക് എന്റെ അച്ഛൻ, എനിക്ക് അവന്റെ മുഖം കാണുന്നത് ഇഷ്ടം. എന്തിനാ അവനെ കാണുന്നത്? എന്റെ ആവശ്യമില്ലല്ലോ. ഞാനും തമ്മിൽ അങ്ങനെ ഞങ്ങളൊരു പ്രശ്നമില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു, അച്ഛാ അങ്ങനെ കുഴപ്പമില്ല, ഞങ്ങൾ സംസാരിക്കൊന്നും വേണ്ട, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ശേഷം തന്നെ പറഞ്ഞത്, നീ അവനോട് പോയി സംസാരിക്കും. നീ അവനോട് പോയി 2006 കഷാൻ ആഴ്ചയിൽ ഞാൻ ബോംബെയിലുള്ള വസായിപ്പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്തത്. അന്ന് എന്നെ സ്പെഷ്യലായിട്ട് അവിടെ വിളിച്ചത്. ഒരാളോട് വെച്ചാൽ അച്ഛൻ പ്രസംഗിച്ചു കേട്ടു. എന്റെ സഹോദരനുമായിട്ട് 11 വർഷമായിട്ട് ഞാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം വസ്തുതർക്കമാണ്. അവൻ കൂടുതൽ എനിക്ക് തന്നു എന്നുള്ള ബോധ്യത്തിൽ എന്റെ സഹോദരനോട് സംസാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, എന്നോട് എന്നെ സംസാരിക്കുന്നില്ല, എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അദ്ദേഹം സംസാരിച്ചതിന് ശേഷം നാളെ വിശുദ്ധ കുർബാന അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച കുർബാന ഈ ഗുരുവായൂർ വിളിച്ച പോലെ അദ്ദേഹം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നാളെ ദയവായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരരുത്. സംസാരിക്കാൻ സാധിച്ചാൽ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരണമെന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ കുമ്പസാരയുടെ കുർബാന കഴിഞ്ഞു. കുമ്പസാര ആളുകൾക്കും എല്ലാവരും കുർബാന അനുഭവിക്കുവാൻ പറഞ്ഞപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണീരോടുകൂടെ ഈ മനുഷ്യനെ തമ്മിൽ വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചു. എനിക്ക് മനസ്സിലായി, അതിന്റെ ഉത്തരം അവിടെ കിട്ടി. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറയുകയാണ്, അച്ഛാ ഇന്നലെ രാത്രി ഞാൻ പോയപ്പോൾ മുതൽ എൻ്റെ സഹോദരനെ ഞാൻ മൊബൈലിൽ വിളിക്കുകയാണ്, അദ്ദേഹം എടുത്തില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സഹോദരനെ വിളിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ 4 മണിയായപ്പോൾ ഞാൻ കിടന്നുറങ്ങി. രാവിലെ 4 മണിയായപ്പോൾ എനിക്കൊരു കോൾ ഇങ്ങോട്ട് കിട്ടി. അപ്പൊ അദ്ദേഹം എടുത്ത വായിൽ ചോദിച്ചത്, എന്താണ്, ആരെങ്കിലും ചത്തുപോയോ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. പക്ഷേ പറഞ്ഞു, ചേട്ടാ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് സംസാരിക്കുകയാണ്. പറഞ്ഞു, എന്നോട് പിണങ്ങരുത്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളാണ്. എനിക്ക് നാളെ വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനോട് നിരപ്പായി എന്ന് പറയണമെന്നാണ് പറഞ്ഞു. ഈ മനുഷ്യൻ ഫോണോടെ ബാങ്കിൽ he tried, kept trying again. He said almost up to 5 o'clock he tried. പിന്നെ അദ്ദേഹം വിളിച്ച് ചൂടാക്കുവാനായിട്ട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠ ഞാൻ ചെയ്തതിന് മുഴുവൻ എന്നോട്, ഞാനാണ് പാപം ചെയ്തതിൽ എന്നോട് മുഴുവനായി ഞാൻ എന്നെ വിളിക്കുന്നു. വിശുദ്ധ കുർബാന നിഷേധിക്കാൻ ഇടവരുത്ത് ഇരുത്തക്കവതും എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. എനിക്ക് കർത്താവെ എന്ന് അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അദ്ദേഹം വീണ്ടും ഫോൺ വെച്ചു. ഈ മനുഷ്യൻ അന്ന് രാത്രി അദ്ദേഹം പറയുകയാണ്, രാവിലെ 5 മണി മുതൽ ഏതാണ്ട് 6 മണി വരെയുള്ള മുട്ടുപേലൊന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? 6 മണിയായപ്പോൾ കോൾ വന്നു. ആ കോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നീ വിശുദ്ധ കുർബാന അനുഭവിച്ചു, എനിക്ക് ഇതിനോട് പിണക്കുമില്ല. അദ്ദേഹം പറയുകയാണ്, പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു വന്ന് 5:30 ആയപ്പോൾ ഇദ്ദേഹം ഇവിടെ മുട്ടുമേൽ നിന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, 5:30 അദ്ദേഹം എഴുന്നേറ്റ് സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ വേദപുസ്തകം എടുത്തപ്പോൾ വേദപുസ്തകത്തിനുള്ളിൽ നിന്ന് എന്തോ ഒരു വെളിച്ചം ഇങ്ങനെ കാണുകയാണ്. എന്നാൽ ആ പുസ്തകത്തിന്റെ വെളിച്ചം അദ്ദേഹം അടയുകയും വെളിച്ചമില്ലാതാകുകയും ചെയ്തതായിട്ട് തോന്നി. പെട്ടെന്ന് ആ വെളിച്ചം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ഉണ്ടായത്. അദ്ദേഹം അവിടെ തീരുമാനിച്ചു, ഞാൻ എൻ്റെ സഹോദരനോട് എനിപ്പോൾ തന്നെ സംസാരിക്കുന്നു, എന്നിട്ട് വേണം എനിക്ക് നിരപ്പാകാൻ പറഞ്ഞ വേദപുസ്തകം അടച്ചു. ഈ മനുഷ്യൻ തിരിച്ചു ചെന്ന് 6 മണിക്ക് നോക്കിയപ്പോൾ അതിൽ നിരന്തരം മിസ്റ്റ് കൊണ്ട് കിടക്കുകയാണ്. ഇദ്ദേഹം സൈലൻസിലിട്ടിട്ട് പ്രാർത്ഥിക്കാൻ പോയതാണ്. 5:30 ഇദ്ദേഹത്തിനുള്ളിൽ ബോധ്യം വന്നു, വിശുദ്ധ കുർബാനയിൽ ഞാൻ എൻ്റെ സഹോദരനെ നിഷേധിക്കരുത്. അദ്ദേഹം പിന്നെ എന്നോട് പറയും, ഞാൻ പിന്നീട് അദ്ദേഹത്തെ ബോംബെയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു,
എൻ്റെ അച്ഛ, എനിക്ക് എന്നൊന്നുമില്ലാത്ത സന്തോഷം. അന്നത്തെ ഒരൊറ്റ സന്ദേശം, ഞാൻ നിരപ്പാകാതെ എനിക്ക് കർത്താവിന്റെ ശരീരങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. രണ്ടുപേരും തമ്മിലുള്ള പ്രതിസന്ധിയിൽ അവരോട് നിരപ്പാകുവാൻ തക്കവണ്ണം സംസാരിക്കണം. എന്ത് സംഭവിക്കട്ടെ, അവനെന്നെ അടിക്കട്ടെ, അവനെന്നെ പഴിക്കട്ടെ, അവനോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ അവനെ സ്നേഹിക്കുമെന്നുള്ള ബോധ്യം, ഞാൻ അവനോട് സംസാരിക്കുമെന്നുള്ള ബോധ്യം. നമ്മളാരും ശത്രുക്കളല്ലല്ലോ. അങ്ങനെ എന്ത് പറയുന്നു കർത്താവ് പറയുന്നു, അതിനുശേഷം പുരോഹിതന്റെ അടുത്തേക്ക് വരണം. എങ്ങനെയാണ് പുരോഹിതന്റെ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴായി നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിക്കും, കർത്താവിന്റെ ശിഷ്യന്മാരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. പത്രോസിനെ ഇഷ്ടമാണ്, പൗലോസിനെ ഇഷ്ടമാണ്. 12 ശിഷ്യന്മാരുള്ള പത്രോസിനെയും അന്ത്രയോസിനെയും യോഹന്നാനെയും എല്ലാവരും ലേവിയൊക്കെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾക്ക് കർത്താവിന്റെ 12 ശിഷ്യന്മാരെ ഇഷ്ടമാണെന്ന് പറയുകയും നിങ്ങളുടെ പുരോഹിതനെ നിങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ സത്യം ഓർത്തു. പുരോഹിതൻ ഞാൻ പറയാൻ കാരണം, ഇത് കെട്ടപ്പെടുവാൻ തക്കവണ്ണം, അഴിക്കപ്പെടുവാൻ തക്കവണ്ണം കരങ്ങൾ വെക്കുന്ന പുരോഹിതൻ. എന്തുകൊണ്ടാണ് കാരണം? ഈ പുരോഹിതൻ പറയുന്നത്, യാക്കോബ് യൗസേഫായ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്നല്ല, ബോബിയായ ഞാൻ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്നല്ല, തോമസായ ഞാൻ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്നല്ല. നമ്മുടെ കർത്താവായ യേശു ശിഷ്യന്മാർ പ്രധാനാചാര്യന്മാരുടെ പേര്, പ്രധാനാചാര്യന്മാർ അടിയങ്ങളുടെ ബലഹീനതയുടെ പട്ടണം നൽകിയിരിക്കുന്ന ആദ്യകാലത്ത് കർത്താവായ യേശു ശിഷ്യന്മാർ പ്രധാനാചാര്യന്മാരുടെ പേര്, പ്രധാനാചാര്യ അടിയന്റെ ബലഹീനതയ്ക്ക് നൽകിയിരിക്കുന്നു പട്ടത്വത്തിന്റെ. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുരോഹിതങ്ങളിൽ നിന്ന് പൂർണ്ണമായ പാപമോചനം ലഭിക്കുന്നില്ലയോ, അവിടെ നിങ്ങൾ ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോൾ ക്രിസ്തുവിനെയും ശിഷ്യന്മാരെ വിശ്വസിക്കുന്നുവോ, അപ്പോൾ നിങ്ങൾക്കായി കൊടുക്കപ്പെടുന്ന കർത്താവിന്റെ ശരീരം നൽകി വിഭജിച്ചു നൽകുന്ന പുരോഹിതനെ നിങ്ങൾ പൂർണ്ണ ശിഷ്യനായി അംഗീകരിക്കും. ഓരോ പുരോഹിതനും യേശു ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളാണ്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുവാനായിട്ട് സമയത്തിന് കുറവുള്ളത് കൊണ്ട് ഞാൻ പോകുന്നില്ല. എൻ്റെ 10 നിമിഷം ഈ വാക്യോപത്തിലേക്ക് വരട്ടെ. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ എന്നെ സ്നേഹിക്കും. നാം ദൈവത്തെ സ്നേഹിക്കാതെ വരുമ്പോൾ പാപം ഉരുവാകുക. ആ പാപത്തിൽ നിന്ന് പശ്ചാത്താപമുണ്ടായി ദൈവസന്നിധിയിലേക്ക് വരുന്നു. ആ പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു ചിന്തയിലേക്ക് നമ്മളെ കടന്നു വരുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ എന്താക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നമുക്ക് പശ്ചാത്താപം ഉണ്ടായി കഴിയും. നീതിയെ പറ്റിയുള്ള ബോധമുണ്ടാകും. എന്താണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്കും എനിക്കും പാപബോധമുണ്ടായി, എനിക്ക് പശ്ചാത്താപമുണ്ടായി, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ മോചിച്ചു നൽകി കഴിയുമ്പോൾ അബ്സല്യൂഷൻ എന്നാണ് പറയുന്നത്. അബ്സല്യൂഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം. നാം ഈ ലോകത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അവൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് നീതിയെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നീതിയോടുകൂടെ ജീവിക്കുവാനുള്ള ആ വലിയ ബോധത്തെ പറ്റിയാണ് നമുക്ക് ദൈവം പിന്നീട് പറഞ്ഞു നൽകുന്നത്. അവിടെയാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അവിടെയാണ്. യേശു എങ്ങനെ വന്നതെന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവൻ ഈ ലോകത്തിൽ വന്ന് എന്ത് ചെയ്യുവാൻ വേണ്ടിയാണ് എന്നതിനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ന്റെ 16 വാക്യം. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം വാക്യത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാനുണ്ട്. കർത്താവിനെ അഭിഷേകം ചെയ്തുകൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ പഠിച്ചത്. ആ നീതിയിലേക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യണം. അവൻ എന്താണ് ഇവിടെ വന്ന് ചെയ്തത്? ഈ ലോകത്തിൽ അവൻ കാണിച്ചു തന്ന നീതിയുടെ വാക്യങ്ങളെ, നീതിയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കാര്യമില്ല. എപ്പോഴൊക്കെയാണ് നീതിയായിരിക്കുന്നത്? എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എഴുതിയിരിക്കുന്നത് ദാവീദ് രാജാവിനോട് പഠിപ്പിക്കുന്നത് 106-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. 106-ന്റെ 3. സങ്കീർത്തനങ്ങൾ 106-3. സങ്കീർത്തനം 106-ന്റെ 3 വായിക്കും.
നീതി പ്രവർത്തിക്കുന്നത് ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും ന്യായത്തെ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. നിങ്ങൾ അറിയാമല്ലോ, ഇന്നത്തെ ഒരു ലോകം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചെറിയ ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നത്തെ ലോകം നൽകുന്ന ഒരു ചിന്ത, അവസാനം ശരിയായ മതി, നടക്കുന്ന ഭാഗം എങ്ങനെയായിക്കൊള്ളട്ടെ. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? The end is important, means is not important. വഴി വലിയ വിഷയമൊന്നുമല്ല, അവസാനമാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവസാനം കൊണ്ടുവന്ന് പള്ളിയിൽ ഭണ്ഡാരത്തിലിട്ടാലോ അച്ഛൻ്റെയിൽ കൊടുത്താലോ വിളിച്ചു പറഞ്ഞാലോ സംഗതി ശരിയായി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് ജീർണിച്ച ഒരു നീതിയെ പറ്റിയുള്ള ബോധ്യമല്ല വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നീതി പ്രവർത്തിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. നിങ്ങളുടെ ഓരോ നടപ്പിലും എടുപ്പിലും നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ വഴികളിലും നീതിയുടെ അംശമുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞതിന് 2 ആഴ്ച മുമ്പ് സിഡ്നിയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയി. സിഡ്നി പോയിട്ട് തിരിച്ച് വന്നപ്പോൾ സിഡ്നിയിൽ വെച്ച് തന്നെയാണ് എൻ്റെ വൈഫ് ED-യിൽ അഡ്മിറ്റായി. ED-യിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നേരത്തെ ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ടോ? ഒരു ഇന്റേണൽ പെയിൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് 2002 ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടായതായിട്ട് ഒരു പക്ഷേ അഡ്മിറ്റ് ആയിട്ടൊന്നുമില്ല, ഉള്ളതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. എന്താണെങ്കിലും 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഡിസ്ചാർജ് ഷീറ്റ് ഞങ്ങൾക്ക് നൽകി. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞപ്പോൾ പ്രീവിയസ് ഹിസ്റ്ററി പ്രോബ്ലം ഉണ്ടെന്ന് എഴുതി. What she said is simple, that I had pain but not treated. That has gone as it is. ഞങ്ങൾക്ക് ഇവിടുത്തെ ഇൻഷുറൻസ് ഇല്ല. ഞങ്ങൾക്കുള്ളത് ഇൻഷുറൻസ് പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിൽ എത്തിയെന്നപ്പോൾ അവർ തരില്ല. $1,200 ആയി അവർ തരില്ല. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം, യു ഷുഡ് ഹാവ് ഡൈഡ്. കള്ളം പറയണമായിരുന്നു, നീ കള്ളം പറഞ്ഞായിരുന്നെങ്കിൽ നിനക്ക് $1,200 കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ആ ഇടിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഐ എം പ്ലീസ്ഡ്. It is not that $1,200 matters, but it is the word that matters, that God has told us to be true always. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പ്രതിസന്ധിയാണ്. എന്നാൽ കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെടുവാൻ തക്കവണ എന്നെയും നിങ്ങളെയും തന്നെ മാമോദീസായിലൂടെ പുതിയ മനുഷ്യനാക്കി തീർത്തിട്ടുണ്ട് എങ്കിൽ means and the end are important. Both means and the end is important. പല ഒരു വിഷയത്തിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ സമുദായം തന്നെ, സമൂഹങ്ങൾ തന്നെ ജീർണിച്ചു പോകുന്നതിന്റെ ഏറ്റവും വലിയ ഒരു തകരാറെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഇസ്ലാം മതത്തെ പറ്റി പഠിച്ചാൽ അവിടുത്തെ ശരിയോ തെറ്റുകളോ പറയുവാൻ ഞാൻ ആളല്ല. എന്നാൽ ഒരു തത്വത്തെ പറ്റി ഞാൻ പറയട്ടെ. അവരുടെ ഒരു പള്ളി പണിയുന്നു എന്ന് വിചാരിക്കുക. ആ പള്ളിയിൽ ആരെങ്കിലും കബളിപ്പിച്ച മുതലുകളോ ആരുടെയെങ്കിലും പലിശയുടെ മുതലുകളോ കൊണ്ടുവന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഇമാമിന് കയ്യിൽ കൊടുത്താൽ അവർ സ്വീകരിക്കില്ല. That money doesn't go for the construction of their church, their mosque. They say no to that. അത് നീതിയുടെ ശബ്ദത്തെ പറ്റി പറയുന്നതാണ്. നാം എപ്പോഴും നന്മ ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും തെറ്റിയാൽ ദൈവ ശുശ്രൂഷയിൽ യോഗ്യരല്ല. ഞാൻ നല്ല ഉദാഹരണം പറയും, ശ്രദ്ധിക്കണേ, നല്ല ഉദാഹരണം പറയും. ഞാൻ ഫ്രാങ്ക്സ്റ്റണിൽ നിന്ന് ഇവിടെ വരെ വരുവാൻ തക്കവണ്ണം 87 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സിഗ്നലുകളും വളരെ സൂക്ഷ്മതയോടുകൂടി റെഡ് ലൈറ്റിൽ നിർത്തുകയും അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റിൽ പോരുകയും ചെയ്തു. 80 കിലോമീറ്റർ മാത്രം ഞാൻ ഓടിച്ചു. 60 ഞാൻ 60 കിലോമീറ്റർ മാത്രം ഓടിച്ചു. ഹൈവേ കയറിയപ്പോൾ 100 കിലോമീറ്റർ മാത്രം ഓടിച്ചു. പക്ഷെ ഞാൻ ഈ വണ്ടിയുടെ ഇവിടെ വന്ന ഈ സിഗ്നലിൽ വന്നപ്പോൾ റെഡ് ഞാൻ ചാടി. പോലീസ് എന്നെ വിളിച്ചു. ഞാൻ ഈ പോലീസിനോട് പറയാം, പോലീസ് 86 കിലോമീറ്റർ ഞാൻ നന്നായിട്ട് ഓടിച്ച ആളാണ്, എന്നെ വിടാമോ എന്ന് ചോദിച്ചാൽ പോലീസ് എന്നാ പറയും? ഇത്ര നിശബ്ദം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ നിശബ്ദത കാണുന്നത്. പോലീസ് എന്നെ വിടുമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഫ്രാങ്ക്സ്റ്റണിൽ നിന്നിറങ്ങി അഫ്രൈം പള്ളിയിൽ വരുന്നതുവരെയും ഞാൻ നീതി പ്രവർത്തിക്കുന്നവർ. മനസ്സിലായോ? ദാവീദിന്റെ സങ്കീർത്തനം 106:3 പറയുന്നത്,
നീതി പ്രവർത്തിക്കുന്നവരും എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും. നമ്മുടെ നാട്ടിലൊക്കെ ഹെൽമെറ്റ് വെക്കാറില്ല. ഇനി ഹെൽമെറ്റ് വെച്ചു എന്ന് വിചാരിക്കുക, ഹെൽമെറ്റ് വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്? സെമിനാരിയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് സെമിനാരി വരെ ഓടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ, ഞാൻ അറിയാവുന്ന ഒരു ഭാഗം പറയാം. എറണാകുളത്ത് നിന്ന് സെമിനാരി വരെ പോയി. പക്ഷെ താഴെ, സെമിനാരിക്ക് താഴെ മോതിരത്തി പള്ളിയിൽ വന്നപ്പോൾ അച്ഛനെ കണ്ടു. അച്ഛൻ കണ്ടു പറഞ്ഞു, മാച്ച എവിടെ അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ഞാൻ എറണാകുളത്ത് വരെ പോയ. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ ആളില്ലല്ലോ, പോലീസില്ലല്ലോ, ഈ ഹെൽമെറ്റ് എവിടെ വെച്ചു? ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഓടിച്ചു പോകാം. ഓടി അങ്ങോട്ട് പോയി കല്ലേ കയറി താഴെ വീണു, കഴുത്തൊടിഞ്ഞു. മരിച്ചു പോകാമോ? മരിച്ചു പോകാതിരിക്കാം, മരിച്ചു പോകാം. അപ്പൊ ഈ കർത്താവിന്റെ ദൂതനോട് പറയാണ്, കർത്താവിന്റെ ദൂത, ഞാൻ എറണാകുളം മുതൽ മുളന്തുരുത്തി പള്ളി വരെ നല്ല നന്നായിട്ട് വെച്ചിരുന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇതിന്റെ അർത്ഥം എന്നാ? നീതി പ്രവർത്തിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാരും. ചിലർക്ക് വിഷമമായി ഇത് പറയണ്ടായിരുന്നു. ചരിത്രം ഇതുവരെ പറഞ്ഞതൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങള് വല്ലപ്പോഴും ഒക്കെ വർക്കവർ എന്നോട് ഈ അടുത്ത കാലത്ത് എന്റെ പള്ളിയിൽ ഒരാൾ പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു സംഭവമില്ലായിരുന്നു. ഞാൻ പറയുകയാണ്, എന്റെ അച്ഛൻ ഞാൻ മയ്യത്ത് വന്നിട്ട് സംസാരിക്കും. എന്നെ പറ്റി എനിക്കൊരു വേദനയുണ്ട്, പക്ഷെ ആ വേദന ആരോടും പറയണ്ട. അപ്പൊ ഈ ഷോൾഡർ പെയിനാ, പക്ഷെ ഇപ്പൊ ആരോടും പറയണ്ട. എന്നാ അത് വൈകിട്ട് പറഞ്ഞാൽ മതി. അതന്നെ, അത് വർക്ക് ചെയ്യുമ്പോഴേ വേദന വരുത്തുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ചെന്നിട്ട് വേദനയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? വർക്കവർ. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപസാരിക്കുന്നത് നല്ലതാണ്. അവിടുത്തെ ടാക്സ് ഇങ്ങനെ വെട്ടിക്കുക, ഇവിടുത്തെ ടാക്സ് അങ്ങനെ വെട്ടിക്കുക. എന്റെ അച്ഛൻ ജീവിച്ചു പോണ്ടേ? ഇവിടെ മെൽബണിൽ അപ്പുറമൊന്നും പറ്റില്ല. പറ്റും. കർത്താവ് താമസിച്ചു. If you want to imitate Christ, you must do it. There is no other way. There is no other goal. There is no second goal in terms of gospel. There is no second goal in terms of gospel. അവരുടെ അമ്മയോട്, രണ്ട് സഹോദരന്മാരെ കൊന്ന അമ്മയോട് ചോദിച്ചു. എന്നിട്ട് എന്താ ചോദിച്ചതെന്നറിയാമോ? ഈ കൊന്നവർ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചകത്ത് കയറ്റും. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത്. Why? Because of those terrorists, my children became saints. എന്റെ കുഞ്ഞുങ്ങൾ അവർ ആരായി വിശ്വസിച്ചാരുമാണ്. 21 പേർ സാധാരണ മേസ്ത്രി പണി എന്ന് പറയുന്ന മേസ്ത്രി പണിയും സാധാരണ ചെറിയ മുറിക്കകത്ത് കിടന്നുറങ്ങിയതായ നാം കഴിക്കുന്നത് പോലെ റൊട്ടി കഴിച്ചുറങ്ങിയവർ ഒരു ഏതാണ്ട് 2 മാസത്തിന് മുമ്പ് ഒരു സെയിൽസ് ആയി. only because of one reason. നീതി പ്രവർത്തിക്കുന്നവരും എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവരുമായതുകൊണ്ട് അവർ ദൈവസന്നിധിയിലേക്ക് വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താവുന്നത്? 3-ാമത്തേത് 4-ാമത്തേത് കാര്യം കഴിഞ്ഞു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നിങ്ങളെയും എന്നെയും ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരികെ കൊടുക്കാതെ വരുമ്പോൾ പാപത്തിലേക്ക് നമ്മൾ പതിക്കുന്നു. പശ്ചാത്താപത്തിലേക്ക് നാം പോകുവാൻ തക്കവണ്ണം സഭ ഇതാ ഒരുങ്ങി കുമ്പസാരത്തോടും വിശുദ്ധ കുർബാനയോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ പുറത്തു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുവാനുള്ളതായ ജീവിതം എന്താണ്? ഈ ജീവിതം നീതിയുടെ ജീവിതം.